എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക എപ്പിസോഡ് തന്നെയാണ്. കാരണം നമ്മളിന്ന് യാത്ര ചെയ്യുന്നത് തേനി ജില്ലയിലെ സുരുളിപ്പെട്ടി എന്ന സ്ഥലത്തേക്കാണ്. കമ്പത്ത് നിന്ന് സുരുളിപ്പെട്ടിക്ക് പോകുന്ന വഴി നമ്മൾ സാധാരണ യാത്ര ചെയ്യുന്നത് മുന്തിരിത്തോട്ടങ്ങൾ കാണാനും സുരുളി വെള്ളച്ചാട്ടം കാണാനും അതിന് തൊട്ടടുത്തുള്ള 1000 കോടി അമ്പലം കാണാനും വേണ്ടിയിട്ടാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം ഒരു വ്യത്യസ്തമായ ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ആ സംഭവം എന്താണെന്ന് അറിയാനായിട്ടുള്ള യാത്രയിലാണ്. നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് കമ്പത്ത് നിന്ന് സുരുളിപ്പെട്ടി എന്ന സ്ഥലത്തൂടെയാണ് യാത്ര ചെയ്യുന്നത്. ഇനി സംഭവം എന്താണെന്ന് അറിയണ്ടേ? ഒരു മകൻ അമ്മയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു ക്ഷേത്രം പണിതു. ആ ക്ഷേത്രത്തിലെ കാഴ്ചകളാണ് ഇന്നത്തെ എപ്പിസോഡിൽ. അങ്ങനെ നമ്മൾ സുരുളിപ്പെട്ടി എന്ന സ്ഥലത്ത്, ആ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ആ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇതാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രവേശന കവാടം എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ 10 രൂപയുടെ ഒരു ടിക്കറ്റ് ഉണ്ട്, അതെടുത്തിട്ട് വേണം നമ്മൾ അകത്തേക്ക് കയറാനായിട്ട്. ഇതാണ് ആ പറഞ്ഞ അത്ഭുതം. മകൻ അമ്മയ്ക്ക് വേണ്ടി പണിത ക്ഷേത്രമാണ് ഈ കാണുന്നത്. നമ്മുടെ മുന്നിൽ 85 അടി ഉയരത്തിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഇനിയും ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ അതെല്ലാം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ്. ഈ ക്ഷേത്രത്തിൻ്റെ പേരാണ് ശക്തിമിക അണ്ണേ ശ്രീ ജയമീന തിരുക്കോവിൽ എന്നറിയപ്പെടുന്നത്. ക്യാൻസർ ബാധിച്ച് മരിച്ച അമ്മയ്ക്ക് 85 അടി ഉയരത്തിൽ ക്ഷേത്രം നിർമ്മിച്ച മകൻ. അദ്ദേഹം ഒരു ഡോക്ടറാണ്. ഇപ്പോൾ അദ്ദേഹം ജോലി ചെയ്യുന്നത് മൂവാറ്റുപുഴ സബീൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെൻ്ററിലെ ഡോക്ടറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ പേരാണ് ജഗന്ത്, ഭാര്യയുടെ പേര് മഹാലക്ഷ്മി. തമിഴ്നാട്ടിലെ തേനി ജില്ലയിൽ 1 ഏക്കർ സ്ഥലത്ത്, അതായത് സുരുളിപ്പെട്ടിയിലുള്ള ഈ സ്ഥലത്ത് 1 ഏക്കർ സ്ഥലത്താണ് ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. മാതൃദിനത്തിൽ ഈ ക്ഷേത്രം പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തു. ഈ ഡോക്ടർ സുരുളിപ്പെട്ടി സ്വദേശിയാണ്. ഈ ഡോക്ടർ, നമ്മൾ കയറി ചെല്ലുന്നത് സ്റ്റെപ്പുകൾ. ഈ സ്റ്റെപ്പുകളെല്ലാം നമ്മൾ കയറി ചെന്ന് അകത്തേക്ക് കയറുമ്പോൾ കാണുന്ന ഈ പ്രതിഷ്ഠയാണ് ജയമീന. ഈ പ്രതിഷ്ഠയുടെ മുകളിലായിട്ട് ഡോക്ടറിൻ്റെ അമ്മയുടെ പടം വെച്ചിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത്. വളരെ ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഇതിനുള്ളിൽ. ഈ ചുറ്റുപാടും അങ്ങനെ തന്നെയാണ്. ഇതാണ് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ എന്ന് പറയുന്നത്. ഇതിൻ്റെ മുകളിലേക്ക് കുറേ സ്റ്റെപ്പുകളുണ്ട്. ആ സ്റ്റെപ്പുകൾ നമ്മൾ കയറാൻ പോവുകയാണ്. അതിൻ്റെ മുകളിൽ എന്താണെന്നുള്ളതാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. അങ്ങനെ സ്റ്റെപ്പുകൾ കയറി നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളങ്ങനെ മുന്നോട്ട് കയറി സ്റ്റെപ്പിൻ്റെ അവസാന ഭാഗത്തായിട്ട് എത്തിയിരിക്കുന്നു. ഇവിടെ ഒരു ശിവലിംഗം പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ മനോഹരമായിട്ടുള്ള ഒരു പ്രകൃതി ഭംഗി തന്നെ കാണാനായിട്ട് സാധിക്കും. അതായത് നമ്മളിപ്പം 85 അടി ഉയരത്തിലാണ് നിൽക്കുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും മുകളിലായിട്ടാണ് ഈ ഒരു ശിവലിംഗം സ്ഥാപിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കുമ്പോൾ ചുറ്റുമുള്ള മലനിരകൾ, തെങ്ങിൻ തോപ്പുകൾ ഇതെല്ലാം കാണാൻ സാധിക്കും. അതായത് സുരുളിപ്പെട്ടി എന്ന ഒരു വനത്തിനുള്ളിലായിട്ടാണ് ഈ ഒരു അമ്പലം പണിതിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിന് മുന്നിലായിട്ട് ധാരാളം
രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിന് ചുറ്റും നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ഇതിന് ചുറ്റും ഒരു മനോഹരമായിട്ടുള്ള ഒരു പൂന്തോട്ടം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഇത് തുറന്നു കൊടുത്തത്. അതുകൊണ്ട് ഏകദേശം പണികളൊക്കെ തീർന്നു വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഇത് നോക്കി നടത്തുന്നത് ഷാജി എന്ന് പറഞ്ഞ ഒരു ചേട്ടനാണ്. അദ്ദേഹത്തിന് മലയാളം നല്ലതായിട്ട് അറിയാം. അപ്പോൾ നിങ്ങൾ സുരുളിപ്പെട്ടി മുന്തിരിത്തോട്ടമൊക്കെ കാണാൻ വരുവാണെങ്കിൽ ഈ ഒരു സ്ഥലം കൂടി സന്ദർശിക്കുക. കാരണം ഒരു മകന് ചെയ്യാൻ പറ്റുന്നതിൽ മനോഹരമായിട്ടുള്ള ഒരു കാര്യമാണ് അദ്ദേഹം ചെയ്തത്. അമ്മയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു ക്ഷേത്രം തന്നെയാണ് അദ്ദേഹം ഇവിടെ പണിതിരിക്കുന്നത്. ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ സ്ഥലങ്ങൾ സന്ദർശിക്കുകയാണെങ്കിൽ ഈ ഒരു ക്ഷേത്രം കൂടി വന്ന് കാണാൻ മറന്നു പോകരുത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മകന് ചെയ്യാൻ പറ്റുന്നതിൽ നല്ലൊരു കാര്യമാണ് അദ്ദേഹം അമ്മയ്ക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. പുതിയൊരു യാത്രാ എപ്പിസോഡുമായി കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ബൈ.